Somebody said, what we learn from history is that we learn from history nothing. ചരിത്രത്തിൽ നിന്ന് നാം പഠിക്കുന്നത് നാം ചരിത്രത്തിൽ നിന്നൊന്നും പഠിക്കുന്നില്ലെന്ന്. ശരിയാണോ? പഠിക്കണം. പലപ്പോഴും ചരിത്രത്തിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളാത്തത് കൊണ്ടുണ്ടായ അപജയങ്ങൾ ധാരാളമാണ്. എന്തുകൊണ്ട് ഗുണ്ടർ ഫൗണ്ടേഷൻ? അല്പം നിമിഷം മാത്രം ഞാൻ എടുത്ത് പറയുകയാണ്. നമുക്ക് ഒന്നിട്ട് ചോദ്യം ഞാൻ ചോദിക്കാം. ഇപ്പം നമ്മുടെ എല്ലാം പുസ്തകങ്ങളുണ്ട് അല്ലേ? പുസ്തകമുണ്ട്, പേനയുണ്ട്, കടലാസുണ്ട്, പ്രിൻറ്റിംഗ് പ്രസ്സുണ്ട്, ന്യൂസ് പേപ്പറുണ്ട്, സ്കൂളുണ്ട്, കിൻഡർ ഗാർട്ടൻ സ്കൂളുണ്ട്, യൂണിവേഴ്സിറ്റി ഉണ്ട്, കോളേജുകളുണ്ട്, ടെക്സ്റ്റ് ബുക്കുണ്ട്, പ്രിൻറ്റിംഗ് പ്രസ്സുണ്ട്, പത്രമുണ്ട്, കപ്പയുണ്ട്, കാച്ചിലുണ്ട്, പറങ്കിയണ്ടി ഉണ്ട്, ഗ്രൗണ്ട് നട്ടുണ്ട്, ആപ്പിള്, പൈനാപ്പിൾ, വടാപ്പാവ്, പാവുണ്ട്, ബ്രെഡ്. ഇതൊക്കെ ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നോ? ഒന്ന് ചിന്തിച്ചു. ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലം ഇന്ത്യയിൽ ഉണ്ടായിരുന്നോ? ചിന്തിച്ചുള്ളൂ, മാത്രം മതി, മറുപടി പറയണ്ട, ഹൃദയത്തിൽ പറഞ്ഞാൽ മതി. നമ്മുടെ ഭാഷ, മലയാള ഭാഷ തന്നെ മലയാളമെന്ന് ആരാ പറഞ്ഞത് ആദ്യമേ? മലയാഴ്മയും കേരള ഭാഷയുമായിരുന്നു. മലയാളം എന്ന് പേരിട്ടത് ആരാ? നമുക്ക് വ്യാകരണ പുസ്തകം ഉണ്ടായിരുന്നോ? ഡിക്ഷണറി ഉണ്ടായിരുന്നോ? ഗദ്യം ഉണ്ടായിരുന്നോ? ഇതൊക്കെ ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടോ? അതാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് ചെയ്തത്. ഈ പുസ്തകമാണ് മിഷണറിമാരുടെ കേരളം. ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച, ജീവൻ നൽകിയ അനേകായിരം, ഒന്നും രണ്ടുമല്ല, അനേകായിരം പേരുണ്ട്. ഉണ്ടറ്റെ മാത്രമല്ല, മറ്റ് അനേകരുടെ കാര്യമാണ് ഹ്രസ്വമായി സാറ് പ്രതിപാദിച്ചിരിക്കുന്നത്. എത്ര എഴുതിയാലും തീരാത്തതാണ്. ഇത് ഇന്നലെ ഉണ്ടായതല്ല. 22-ാം വയസ്സിൽ വന്ന ഗുണ്ടർട്ട് ഇവിടെ 23 വർഷം, 20 വർഷമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. എന്തെല്ലാം നേടി. അതാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. അത് നമ്മൾ ഓർക്കണ്ടേ. ഞാൻ പത്തനംതിട്ടയ്ക്കടുത്ത് മൈലപ്പുറ ഗ്രാമക്കാരനാണ്. എൻ്റെ അടുത്ത ഗ്രാമക്കാരനാണ് വളരെ പ്രശസ്തനായ കടമ്മനിട്ട രാമകൃഷ്ണൻ കവി. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പുറത്തുനിന്ന് അതിലാണെന്ന് തോന്നുന്നു എഴുതിയിരിക്കുന്നത്, നിങ്ങളായി ഓർത്തുകൊള്ളുവീൻ. അതാണ് ഗുണ്ടർ സ്മൃതി. നാം എങ്ങനെയായി തീർന്നു. പലപ്പോഴും പഴമയെ മറക്കുന്ന, ബൈബിളിൽ ഒരു ചൊല്ലുണ്ട്, നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. ഒരു സ്മൃതിയാണ്, ഒരു ഓർമ്മയാണ്. ഗുണ്ടർട്ട് സ്മൃതിയാണ്. എന്തുകൊണ്ട്? നമ്മുടെ നടത്തിയവരെ. നമ്മൾ എങ്ങനെ ആയത്, വ്യക്തികൾ മാത്രമല്ല, സമൂഹം മാത്രമല്ല, ദേശം മൊത്തം എങ്ങനെ ആധുനികമായി ഇങ്ങനെ ഉന്നതി പ്രാപിക്കാനുള്ള മുഖാന്തരക്കാരാണ്? ഹു ആർ ദ മേക്കേഴ്സ്, ദ മൂവേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ഓഫ് അവർ കൺട്രി. ഇതൊക്കെ ആരാ തന്നത്? കഴിഞ്ഞ 10-25 വർഷമായിട്ട് ഇതാണ് എൻ്റെ പണി. പലപ്പോഴും ഞാൻ പറയുന്നതൊക്കെ ആവർത്തന വിലസതയാകാം, ക്ഷമിക്കണം. ഇതാണ് ലെറ്റ് ദെയർ ബി ഇന്ത്യ, ദ ഇമ്പാക്റ്റ് ഓഫ് ബൈബിൾ ഓൺ നേഷൻ ബിൽഡിംഗ്. നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിൽ 10 വർഷത്തെ അധ്വാനമാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ 35 അതർ മറ്റ് രാജ്യങ്ങളിലും പോയി അനിശ്ചിതമായ ചരിത്ര തെളിവുകൾ ശേഖരിച്ചെഴുതിയതാണ്. അത് ഞാൻ വിശദമാക്കുന്നില്ല. അതിൻ്റെ ഒരു ഭാഗമാണ് ഡോക്ടർ വള്ളിക്കാവ് സാറ് കേരളത്തെ സംബന്ധിച്ചുള്ള എഴുതിയിരിക്കുന്നത്. ഇന്ന് അതിനെ അടിസ്ഥാനമാക്കി 10 PhDകൾ നടക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇന്ന് ഈ ഗുണ്ടർട്ട് സമ്മേളനം? ഗുണ്ടർട്ടിനെ നാം ഓർക്കണം, ബാക്കിയുള്ളവരെ ഞാൻ ഓർക്കണം. ഇതിൽ ഒരു കാര്യം, 125 ഭാഷകൾ ഞാൻ വിശകലനം ചെയ്തു. കഴിഞ്ഞ 150-നും 200-നും വർഷങ്ങൾക്കിടയിൽ, ശ്രദ്ധിക്കുക, 150-നും 200-നും വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ അനേകരെ ഒരു പുസ്തകമായിട്ട് വന്നു. ആ പുസ്തകത്തിൻ്റെ വക്താക്കളാണ് ഞാൻ 125 ഭാഷകൾ വിശകലനം ചെയ്ത് കണ്ടത്. 86 ഡിക്ഷണറി നിഘണ്ടുക്കൾ, 116 ഗ്രാമർ വ്യാകരണ പുസ്തകം, 45 പത്രങ്ങൾ ഉണ്ടാക്കി. ആരാ? വിദേശീയരായ ബൈബിൾ വക്താക്കളാണ്, ക്രിസ്തു സേവകരാണ്. ഞാൻ ഈ പുസ്തകം നമ്മുടെ ഒരു പഴയ പ്രൈം മിനിസ്റ്റർക്ക് കൊടുത്തു. ഞാൻ പേര് പറയുന്നത് അപ്പോൾ രാഷ്ട്രീയമാകും. അതുമായിട്ട് ദീർഘമായിട്ട് ഈ കാര്യം ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞത്, നന്മ ചെയ്യുന്നവരുടെ മതം നോക്കണ്ട, പ്രത്യയശാസ്ത്രം നോക്കണ്ട, നന്മ ചെയ്യുന്നവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. അതാണ് ഈ സമ്മേളനം, ഗുണ്ടർട്ട് സമ്മേളനം. എത്ര നന്മ! 22 വയസ്സിൽ വന്ന ഒരു പയ്യൻ
അന്ന് തന്നെ 5 ഭാഷകൾ, ഇവിടുന്ന് 7 കൂടെ പഠിച്ചു. 13 ഭാഷകൾ, 13 ഭാഷകൾ താൻ കൈകാര്യം ചെയ്തു. ഇംഗ്ലണ്ടിൽ നിന്ന് കപ്പലിൽ വരുന്ന വഴിക്ക് ബംഗാളിയും സംസ്കൃതവും പഠിച്ചു. ഓർത്തു, അതല്ല സാർ പറയാൻ പോവാ, ഞാൻ അത് നീട്ടുന്നില്ല. അപ്പോൾ ഇവരെന്തിനാവുന്നു? ഇവരാരായിരുന്നു? ഈ ഗുണ്ടർട്ട് ആരായിരുന്നു? ഗുണ്ടർട്ടിനെപ്പോഴും ആരായിരുന്നു? അവരെല്ലാം സുവിശേഷ പ്രവർത്തകരാണ്. ദയവായി ഞാൻ ഇവിടെ നിന്ന് മതം പറയുകയല്ല, സുവിശേഷം സദ്വാർത്തയാണ്. ഈ ഗുണ്ടർട്ടിൻ്റെ പിതാവ് ജർമ്മനിയിലെ ബൈബിൾ സൊസൈറ്റിയുടെ സ്ഥാപകനാണ്. അപ്പോൾ തൻ്റെ വീട് മൊത്തം ബൈബിളും ക്രിസ്തുവായിരുന്നു തൻ്റെ വിഷയം. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് വ്യക്തമായ ഒരു ഉൾവിളി ഉണ്ടായി. പിന്നീട് ഇന്ത്യയിലേക്ക് വരികയാണ്. 1833 ആന്ധ്രാപ്രദേശ് രാജമന്ത്രി എന്ന സ്ഥലമുണ്ട്, ഞാൻ ഇവിടെ പോയിരുന്നു. ആ രാജമന്ത്രിയിൽ അവിടെ ഒരു ഡാമുണ്ട്. ഡോക്ടർ ആർതർ കോട്ടൻ, അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യു അവിടെയുണ്ട്, ഞാനിവിടെ പോയിരുന്നു. ഇന്ന് ആന്ധ്രാപ്രദേശും തെലുങ്കാനയും നെല്ലറയാലായിട്ട് മാറാൻ കാരണം 1833 വന്ന ഡോക്ടർ ആർതർ കോട്ടനാണ്. ആരെങ്കിലും ഇത് മനസ്സിലാക്കുന്നുണ്ടോ? കേരളത്തിലുണ്ടായിരുന്നല്ലോ, ഗുജറാത്തിലുണ്ടായിരുന്നല്ലോ. ഇങ്ങനെ ഹീ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ദി ഇറിഗേഷൻ സിസ്റ്റം ഓഫ് സൗത്ത് ഇന്ത്യ. ഈ ആർതർ കോട്ടൻ എന്നെ സന്ദർശിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അനുസരിച്ച് ഡോക്ടർ ആന്റണി നോറിസ് ഗ്രോസ്, ഒരു ഡെൻറ്റിസ്റ്റാണ്, അദ്ദേഹം സുവിശേഷ പ്രവർത്തനമാണ്, അദ്ദേഹത്തെ വന്നു. അദ്ദേഹം വന്നു 1833 വന്നിട്ട് പറഞ്ഞു, ഇന്ത്യയിലേക്ക് വരിക. അങ്ങനെ 1836 ആന്റണി നോറിസ് ഗ്രോസും കൂട്ടത്തിൽ 17 പേരും കൂടെ പെർഫെക്റ്റ് എന്ന് പറഞ്ഞ ഒരു കപ്പലിൽ വരികയാണ്. മാസങ്ങളോളം വരികയാണ്. ഡോക്ടർ ഗുണ്ടർട്ടിനെ കൊണ്ടുവന്നത് ആന്റണി നോറിസ് ഗ്രോസിൻ്റെ മക്കളെ ഇംഗ്ലീഷും ഒക്കെ പഠിപ്പിക്കാനാണ്. പക്ഷെ അത് നടന്നില്ല. അവസാനം കൽക്കട്ടയിൽ ഇറങ്ങുന്നതിന് പകരം മദ്രാസിൽ വന്നു. പിന്നീട് താൻ ബാസൽ മിഷൽ ജോയിൻ ചെയ്തു. ഇങ്ങനെ കേരളത്തിലേക്ക് വരികയാണ്. കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ സാറിന് നമുക്ക് എനിക്ക് കേൾക്കാൻ കഴിയും. അങ്ങനെ ഇത് ഇന്നലെ തുടങ്ങിയതല്ല. 1833 1836 അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ചു. ഇന്ന് പ്രവർത്തിച്ചത് എന്തിനാണ്? ഇപ്പോൾ മധുഭൂമിയിലെ പബ്ലിഷ് ചെയ്തൊരു പുസ്തകം കണ്ടു, ബാലകൃഷ്ണ സാറിൻ്റെ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്, ഹെർമൻഗുണ്ടനെ പറ്റി. അദ്ദേഹം പറയുന്നത് യാതൊരുത്തരും ചോദ്യം ചെയ്യും സംശയിക്കുകയും വേണ്ട. അദ്ദേഹം എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവിനെ പറ്റി അറിയിക്കുവാനും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ബയോഗ്രഫി അയക്കുന്ന ബൈബിൾ എല്ലാവരെയും അറിയിക്കുവാനാണ്. ദർ ഇസ് നോ കോംപ്രമൈസ് ഓൺ ദാറ്റ്. യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഇതേവരെല്ലാം വന്നത് യേശുക്രിസ്തുവിനെ പറ്റി അറിയണം, ജനം അറിയണം. അതുമാത്രമല്ല, ആ പുസ്തകം വായിക്കണം. ബൈബിൾ ഈസ് ഗോഡ്സ് വോയിസ് ഇൻ മാൻസ് വൊക്കാബുലറി. മനുഷ്യ ചരിത്രമാണ്, നമ്മുടെ കൈപ്പുസ്തകമാണ്. ആൻഡ് ഓൾസോ ഇറ്റ്സ് എ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. ബൈബിൾ ഒരു മതഗ്രന്ഥമല്ല, ക്രൈസ്തവരുടെ ഗ്രന്ഥമല്ല. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ആ ദൈവം കൊടുത്തിയ ഓപ്പറേഷൻ മാനുവൽ, ഐ കോൾ ഇറ്റ് ദ മേക്കേഴ്സ് മാനുവൽ ഫോർ മാൻകൈൻഡ്. അതുമാത്രമല്ല, ലോക ചരിത്രത്തെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും പറഞ്ഞിരിക്കുന്ന പുസ്തകമാണ്. അത് എല്ലാവരും വായിക്കണം. ആഹാ, അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നു. എന്ത് സംഭവിച്ചു? കേരളത്തിൽ വന്നപ്പോൾ ഇവരെല്ലാം ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഭാഷയിൽ ആധുനിക ലിപി ഉണ്ടായിരുന്നു. ആധുനിക ലിപി ഇല്ല. ഇന്ന് നാം വായിക്കുന്ന ലിപി ഇല്ല. ശ്രദ്ധിച്ചു നോക്കുക. അതിവിടെ മാത്രമല്ല, ഞാൻ അനലൈസ് ചെയ്ത 125 ഭാഷകളിലും ഇല്ല, ആധുനിക ലിപി ഇല്ല. എല്ലാ ഭാഷയ്ക്കും ഗ്രാമറുണ്ട്, എന്നാൽ ഗ്രാമർ ശാസ്ത്രീയമായി വിശകലനം ചെയ്തിട്ടില്ല. ഗ്രാമർ പുസ്തകങ്ങളില്ല, ഡിക്ഷണറികളില്ല, ടെക്സ്റ്റ് ബുക്കില്ല, ഗദ്യമില്ല. എഴുത്തച്ഛൻ നമ്മുടെ അച്ഛനാണ് മലയാളത്തിൻ്റെ. ഡോക്ടർ MGS നാരായണൻ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എഴുത്തച്ഛൻ മലയാളത്തിൻ്റെ അച്ഛനാണെന്നുണ്ടെങ്കിലും മലയാളത്തിൻ്റെ വളർത്തച്ഛൻ എന്ന് പറയുന്നത് ഹെർമൻ ഗുണ്ടർട്ടാണ്. സുകുമാർ അഴിക്കാട് പറയാറുണ്ട്, ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ 3 വോളിയം ഡിക്ഷണറിയും ബൈബിളുമാണ് എൻ്റെ തലയുടെ അടുത്തുള്ളത്. അപ്പോൾ ഇവരെന്തിനാണ് വന്നത്? അപ്പോൾ ബൈബിൾ വായിക്കുന്നതിന് ഉതകുന്ന മാധ്യമങ്ങൾ, നമുക്ക് ആധുനിക ലിപിയില്ല. അപ്പോൾ ഭാഷ വികസിപ്പിച്ചു. ഈ മലയാളത്തിൽ മാത്രമല്ല, എല്ലാ ഭാഷകളിലും അങ്ങനെയാണ് ബൈബിൾ പ്രവർത്തകർ, ക്രൈസ്തവ സേവകർ. അവർ രാജ്യത്തെ, ദേശത്തെ സ്നേഹിക്കുന്നവരും സേവിക്കുന്നവരുമാണ്. നമുക്ക് ആധുനിക ലിപി ഇല്ലായിരുന്നു. 1811 റംബാൻ ബൈബിൾ അല്ലെങ്കിൽ ബുക്കാനൻ ബൈബിളാണ് ആദ്യത്തെ പ്രിൻ്റഡ് ബുക്ക് എന്ന് പറയുന്നത്. 1806 ബുക്കാനൻ കേരളത്തിലേക്ക് വരുന്നു, പലരും സന്ദർശിക്കും, അവിടെ ബൈബിൾ വേണമെന്ന് പറയുന്നു. അന്ന് 1910 ട്രാൻസ്ലേഷൻ നടക്കുന്നു. 4 സുവിശേഷങ്ങൾ ബൈബിളിലേത്. അത് കൊറിയർ പ്രസ്സിൽ 1810 അടിക്കുന്നു. 1811 ചില കോപ്പികൾ വന്നു. 4 or 5 കോപ്പികൾ, അതിൽ ഒരു കോപ്പിയാണ് എനിക്ക് ലഭിച്ചത്. എൻ്റെ ഗവേഷണം എത്തിയേ നിങ്ങൾ കാണാം, ഇത് കഴിഞ്ഞിട്ട് കാണാം. എല്ലാവരും കൈകൊണ്ട് തുടരുന്നതേ ഉള്ളൂ. ഇത് തന്നെ വ്യത്യാസമായ പഴയ ലിപിയാണ്.
അതിൽ നിന്ന് വ്യത്യസ്തമായതാണ് ബെഞ്ചമിൻ ബെയ്ലി കോട്ടയത്തും ഹെർമൻ ഗുണ്ടർട്ട് തലശ്ശേരിയിലും ചെയ്തത്. ഇത് രണ്ടിനെയും കൂടെ സമന്വയിച്ചുകൊണ്ടാണ് 1910 ഇന്ന് നാം വായിക്കുന്ന ബൈബിൾ. ഈ ബൈബിൾ ഭാഷകളെപ്പറ്റി ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങൾ കേൾക്കാൻ പോകുന്ന പ്രൊഫസർ റോബർട്ട്, ഇവിടുത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മലബാർ ക്രിസ്ത്യൻ കോളേജ്, അദ്ദേഹം ഒരു പുസ്തകം എഴുതി, അദ്ദേഹം ഒരു വലിയ തീസിസ് ചെയ്തിട്ടുണ്ട്. നാം എന്നാണ് ഈ ക്രിസ്തു സേവരെ പറ്റിയുള്ളൊരു ആരോപണം. ഒന്ന്, സായിപ്പിൻ്റെ ചെരുപ്പ് ഇതൊക്കെയാണ്. ഈ സായിപ്പ് ഇതിനെതിരായിരുന്നു. ശശി തരൂറുമായി ഞാൻ ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. ഈ സായിപ്പ് ഈ വക്താക്കൾ വരുന്ന മിഷണർമാർ വന്നത് താല്പര്യമില്ലായിരുന്നു. ഇവിടെ ഈ വിഷയം കൊണ്ടുവന്നത് ഇതാരാണ്? യൂതഭാരതം. ഡോക്ടർ എബ്രഹാം ഇവിടെ മുന്നിലിരിക്കുന്നു, അദ്ദേഹം എഴുതിയ റിസർച്ചാണ്. യൂതഭാരതം. യഹൂദന്മാർ BC 1000 മുതൽ, ഈ സൊലോമോൻ്റെ കാലം മുതൽ കേരളത്തിലുണ്ട്, കൊടുങ്ങല്ലൂരുണ്ട്. യഹൂദന്മാരാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് യേശുവിൽ വിശ്വസിച്ച ആൾക്കാർ എന്ന് പറയുന്നത് യഹൂദന്മാരാണ്, പിന്നീടാണ് മലയാളികൾ. അപ്പം യഹൂദന്മാരെ തേടി വന്ന 2000 വർഷം മുമ്പുള്ള ചരിത്രമാണ് ബൈബിളിലുള്ളത്. അതിനെ അദ്ദേഹം തന്നെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, ദ ജൂവിഷ് ഇന്ത്യൻസ്. ഒക്കെ ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. ആധികാരികമായ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ഇന്നലെ വന്നവരല്ല. ഭാരതീയർ തന്നെ വിദേശീയരാണല്ലോ. അതുകൊണ്ട് ഈ ഒരു കൂട്ടരെ മാത്രം വിദേശം പറഞ്ഞിട്ട് കാര്യമില്ല. നാം എല്ലാം ഷേം ഹാം യാഫ്യത്തിൻ്റെ മക്കളാണ്, നോഹിയുടെ മക്കളാണ്. റൊമീല താപ്പറത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാം എല്ലാം വിദേശീയരാണ്. ക്രിസ്തുവിൻ്റെ സുവിശേഷം വന്നത് 2000 വർഷം മുമ്പാണ്. മൂന്നാമത്തെ ആരോപണം, ഈ ക്രൈസ്തവ മിഷണറിമാർ, ബൈബിൾ പ്രവർത്തകർ ഭാരതത്തിൻ്റെ സംസ്കാരത്തെ നശിപ്പിച്ചു. നോ, നെവർ. ഗുണ്ടത്തിൻ്റെ കാര്യങ്ങൾ കേട്ടാ, നശിപ്പിക്കുകയായിരുന്നു, സൃഷ്ടിക്കുകയായിരുന്നു. നാം സൃഷ്ടിക്കുകയാണ്. അതാണ് ഞാൻ എൻ്റെ പുസ്തകം കാണിക്കുന്നത്. ആധുനിക ഭാരതം ബൈബിളിൻ്റെ സൃഷ്ടി. ഞാൻ ചെറിയ പുസ്തകം എഴുതിയിട്ടുണ്ട്, 8 ഭാഷകളിൽ വന്നിട്ടുണ്ട്. അതെ, ബോണ്ട് ലൈഫ് 16 ഭാഷയിൽ ഞാൻ എഴുതി. 25 വർഷം മുൻപ് നമ്മൾ വിചാരിക്കും ഗ്രഹാം സ്റ്റെയിൻസും കൂട്ടരും കുഷ്ഠരോഗികളെ നോക്കാം. അത് മാത്രമല്ല, ഞാനവിടെ പോയിട്ടുണ്ട്. ഹോൾ ലാംഗ്വേജ് അവരാണ് സൃഷ്ടിച്ചത്. ഹോൾ ലാംഗ്വേജ് ലിപി നൽകി. ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റെയിൻസ് കുടുംബമാണ്. ഹോൾ ലാംഗ്വേജ് ലിപി നൽകി, ടെക്സ്റ്റ് നൽകി. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ബൈബിൾ സൊസൈറ്റി ആ 4 സുവിശേഷം പ്രസിദ്ധീകരിക്കുന്നത്. ഇന്നും ആ പ്രവർത്തനം നടക്കുകയാണ്. അപ്പോൾ ഭാഷയെ വികസിപ്പിച്ചു, സമൂഹത്തിൽ സമൂല പരിവർത്തനം വരുത്തി. ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്തെല്ലാം സമൂല പരിവർത്തനത്തെ ബൈബിൾ വക്താക്കൾ. ഒന്നാമത്തെ കാരണം, നാം എന്താണ് ചെയ്തത് എന്ന് നാം ഓർക്കണം, നന്ദി പറയണം. 2, വെളിക്കാൽ സാറിനെ പോലുള്ളവരെ ആദരിക്കേണ്ടതായിട്ടുണ്ട്. ഈ ചരിത്രം തിരഞ്ഞെടുത്ത് നമുക്ക് തന്നിരിക്കുകയാണ്. മൂന്നാമത്തെ, ഈ സമ്മേളനത്തിന് ഞങ്ങളുടെ ലക്ഷ്യം അനേകർ ഈ വിഷയങ്ങൾ നമ്മളെ നടത്തിയവരെ ഓർത്ത് ഒരു PhD ചെയ്യണം. ഇവിടെ ഉണ്ടല്ലോ എഴുത്തച്ഛൻ, നമ്മുടെ മലയാളം സർവകലാശാലയൊക്കെ ഉണ്ടല്ലോ. ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇതാണ് ആ സമ്മേളനത്തിൻ്റെ ഉദ്ദേശം. അനേകരെ, ഞങ്ങളുടെയൊക്കെ പ്രായമായി, വല്യപ്പനായി, നരച്ചു, ഇനിയുണ്ട്. നിങ്ങൾ യുവതീവാക്കന്മാരുണ്ട്, നിങ്ങൾ ചെയ്യണം. നന്മ വിതച്ചവരെ ഓർക്കണം. സത്യത്തെ നിങ്ങൾക്ക് കുരിശിൽ തറയ്ക്കാം, സത്യത്തെ നിങ്ങൾ കബറിങ്കൽ അടക്കാം, സത്യം 3 നാൾ എഴുന്നേൽക്കും. അതാണ് വെളിക്കാൽ സാർ ചെയ്തത്. ഇവിടെ മതവും രാഷ്ട്രീയവും ഒന്നുമില്ല, സത്യമാണ്. നമുക്ക് സത്യം നിങ്ങളെ, യേശുക്രിസ്തു സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. നമ്മുടെ രാജ്യത്ത് വേണ്ടത് സത്യമാണ്. സത്യത്തിന് വേണ്ടി സാഹിത്യനായന്മാരെ, എഴുത്തുകാരെ, നമുക്ക് ഈ ഭാരതത്തെ നമുക്ക് വീണ്ടെടുക്കാം. ആരുമായിട്ടും നമുക്ക് വിദ്വേഷം ആവശ്യമില്ല. സ്നേഹവും സന്തോഷവും സാഹോദര്യവും നമുക്ക് ചെയ്യാം. നന്മ വിതച്ച ഗുണ്ടർട്ടിനെ പോലെ, നന്മ വിതച്ച ക്രൈസ്തവ സേവകർ അല്ലാത്തവരെ പോലെ, അത് അവർക്ക് മതമില്ല, നന്മയാണ് നൽകിയത്. നമുക്ക് കണ്ണുനീരോടെ നന്മ വിതച്ച് ഈ മഹാഭാരതത്തെ വലിയ ഭാരതമായിട്ട് നമുക്ക് ഉയർത്താം. ഈശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.